ഹലോ, കേരളത്തിലെ AWK കേരള ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഇന്ന് പണി കഴിച്ചിട്ടുള്ള എറണാകുളത്തുള്ള ഇളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എല്ലാവിധ ജാതി മതഭേദമില്ലാത്ത ഈ സംഘടന വളർത്തിക്കൊണ്ടുവന്ന വലിയ സംരംഭമാണ്. ഇന്നലെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ട്രെയിനിങ് ആണ്. മോണ്ട്ര വണ്ടിയാണ് ഓട്ടോറിക്ഷയിൽ, ഇലക്ട്രിക് വാഹനം. അത് കല്യാണാണ് ഈ വാഹനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഡീലർ. അദ്ദേഹം നേരിട്ട് നമുക്ക് എല്ലാ വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ മേഖല വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുമിച്ച് ഫ്രീ ആയിട്ട് ട്രെയിനിങ് തന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. മുന്നോട്ടുള്ള യാത്ര എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുക. ഈ ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് ഇളംകുളത്തുള്ളത്. എറണാകുളം വലിയ ബിൽഡിങ്ങാണ്. എന്തായാലും ഓക്കെ. കേരളത്തിൽ പണിയെടുക്കുന്ന എല്ലാ ഓട്ടോമൊബൈൽ തൊഴിലാളികൾക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഓട്ടോമൊബൈൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോട്ടർ വർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പോയി കഴിഞ്ഞാൽ ഫോർമേരി പോയി 2 ബോൾട്ട് പോയി കഴിഞ്ഞാൽ ഫോർമേറ്റ് പറയാം. ഇന്നറാ പോലെ ടോപ്പ് ബോട്ടം അടുക്കത്തെ വയറിങ് മാറി കഴിഞ്ഞാൽ വണ്ടി ഓടും. പക്ഷെ നമ്മൾ ഓടില്ല. കാരണം ഇലക്ട്രിക്കലാണോ. ഒന്ന്, അവൻ നാളെ പോയി പെട്രോൾ ഡീസൽ CNG എടുക്കണമെന്ന് ഉദ്ദേശിച്ചായിരിക്കാം. എനിക്ക് പണി എടുക്കണമെന്ന് വിചാരിക്കാം. ഒരു പക്ഷേ മനസ്സിൽ അവരോട് ചെയ്യുന്നുള്ളത് എന്താണെങ്കിലും എൻ്റെ ഒന്നാണ് ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. നിങ്ങളെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ കുറിച്ചൊരു ട്രെയിനിങ് തരുന്നത്? നാളെ ഇലക്ട്രിക്കൽ വണ്ടി വന്ന് നിങ്ങൾക്ക് പണി പഠിച്ചില്ലെങ്കിൽ നാളെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ തന്നെയുള്ള ഓട്ടോറിക്ഷക്കാർ. അതുകൊണ്ട് ദൈവത്തെ ഓർത്തൊരു കംപ്ലൈന്റ് വന്നാൽ മനസ്സിലാക്കാനുള്ള ഒരു സമയങ്ങളിൽ അവർക്ക് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിലുകൾ വേണമെങ്കിൽ ഞാൻ തന്ന നമ്പർ വിളിച്ചാൽ എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പ്. അത് ഏത് വണ്ടിയാണെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ബജാജാണോ, മഹീന്ദ്രയാണോ, ബിയാജിയാണോ, അപ്പയാണോ, അക്കുലാണോ, ബാക്സിയാണോ, ഏതാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാം റെഡിയുണ്ട്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. രവിചേട്ടൻ്റെ ബജാജിലുള്ള സമയത്ത് രവിചേട്ടൻ്റെ ബന്ധമുണ്ട്. അത് 10-15 വർഷത്തെ ബന്ധമുണ്ട് പുള്ളിയായിട്ട്.